രാഘവേട്ട ചായ. ഭാമേ, കേരളമുടനീളം പണമിടപാട് സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡെന്ന പത്രത്തിലൊക്കെ. അതിന് നമ്മള് സ്ഥാപനമായിട്ടൊന്നും നടത്തുന്നില്ലല്ലോ. ആവശ്യക്കാർക്കൊരു സഹായം ചെയ്യുന്നു, അതും ഏറ്റവും ചെറിയ പലിശ നിരക്കിൽ. അങ്ങനെ പാടില്ലെന്നാ നിയമം. ധനകാര്യ ഇടപാടുകൾക്ക് ലൈസൻസ് വേണമെന്ന് നിനക്ക് അറിയില്ലേ ഭാമേ? ഒന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ രാഘവേട്ട. നിയമത്തിന് മീതിയ മനുഷ്യത്വം. ഇനി അത് ചോദ്യം ചെയ്യാൻ തന്റെ ഇടയുള്ള ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. Good morning. Good morning. I am Sriranjini, Assistant Commissioner of Police. ഇവിടെ എന്താണാവോ? കാര്യമുണ്ട്. നിങ്ങളാണോ സത്യഭാമ? അതെ. സാധാരണ ഒരു സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോ പോലീസ് ഓഫീസർമാർ അവിടുത്തെ പ്രധാന ദിവ്യന്മാരെയും ദിവ്യകളെയും പരിചയപ്പെടുന്ന ഒരു ചടങ്ങുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാ നമുക്ക് ഇതുവരെ പരിചയപ്പെടാൻ സാധിക്കാതിരുന്നത്. ശ്രീരഞ്ജിനി മാഡം കാടും പടലും തല്ലാതെ നേരെ കാര്യത്തിലേക്ക് വരണം. ആയിക്കോട്ടെ. സത്യഭാമ ഇവിടെ ഒരു മുതല് സൂക്ഷിക്കുന്നില്ലേ? അത് കാണാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്തു മുതല്? രഞ്ജിനി ചേച്ചി, പിടിവിടടി, ഞാൻ യൂണിഫോമിലാ. അറിഞ്ഞില്ലേ വിശേഷം? പിന്നെ ദേ ഈ മുതലിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഹാ, വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നോ? സിവിൽ സർവീസ് എഴുതിയെന്ന് അറിഞ്ഞപ്പോ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു. അറിഞ്ഞപ്പോഴേ നേരെ ഇങ്ങെത്തി. അപ്പോഴേ സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായ എന്റെ പൊന്നു ശാലിനി മോൾക്ക് നേരിട്ടുള്ള അഭിനന്ദനങ്ങൾ. ഇതെങ്ങോട്ടാ? എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പ്രീതിയും കൊണ്ടേ മടങ്ങി വരൂ ശാലിനി. വിഷ്ണുവേട്ടൻ വിചാരിച്ച പ്രീതിയെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷെ മടക്കി ആ വീട്ടിലേക്ക് അയക്കാൻ വിഷ്ണുവേട്ടനെ കൊണ്ട് പറ്റുമോ? ജീവൻ കൊടുത്തിട്ടായാലും. വിഷ്ണുവേട്ടൻ ഇപ്പൊ അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയ നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെയാവും. ആരെങ്കിലും പറയുന്നത് കേട്ടുള്ള ആവേശത്തില് പ്രീതിയുടെ ജീവിതം തന്നെ താറുമാറാവും. പിന്നെ ഈ പ്രശ്നത്തിന് എന്തൊരു പരിഹാരം നീ പറ. പ്രീതിയെ ഞാൻ കൊണ്ടുവരും വിഷ്ണുവേട്ടാ. എങ്കിൽ താങ്കര് ഞാനും കൂടി വരാം. അത് വേണ്ട. വിഷ്ണുവേട്ടന്റെ ഈ സ്വഭാവത്തിന് അത് ശരിയാവില്ല. എന്തും സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറെടുത്ത് വസുമതി ആന്റിയുടെ വീട്ടിലേക്ക് പോകാനാവൂ. സത്യാമ്മ പറയുന്ന പോലെ ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം എന്നിൽ നിന്നല്ലേ? അപ്പൊ പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കണം. അത് തന്നെയാടി എനിക്കും വേണ്ടത്. നീ അങ്ങോട്ട് ചെന്ന് കേറിക്കൊടുക്ക്. ചാണകവെള്ളം കലക്കി വെച്ചിട്ടുണ്ടാവും അവിടെ. വസുമതി നിന്നെ സ്വീകരിക്ക. എത്ര പൂജയും അർച്ചനയും ചെയ്താലും എത്ര മുഴുക്കാപ്പ് നടത്തിയാലും തീരില്ല ഈ കടമെന്ന് എനിക്കറിയാം. ഈ വീടിന്റെ സ്വപ്നമായിരുന്നു ശാലിനിയുടെ ഈ ഉയർച്ച. കത്തുന്ന കാനൽ ജലം പോലെ ഒരിക്കലും അത് യാഥാർത്ഥ്യമല്ലെന്ന് ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങളത് തിരുത്തി
അനുഗ്രഹ മഴയായി കാണിച്ചു തന്നു. ശാലിനി എനിക്ക് അനിയത്തിയുടെ സീമന്തം നടത്താനുള്ള ഒരുക്കത്തിലായിരിക്കും വിഷ്ണു. അവനിവിടെ വന്നപ്പോ ഒന്നും മിണ്ടാതെ അമ്മയുടെ ഉപാധികളെല്ലാം അംഗീകരിച്ചു പോയത് അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ടാ. ഇപ്പോ അനിയത്തിയെ സീമന്തത്തിന് വിടില്ലാന്നറിയുമ്പോ അവൻ ദേഷ്യത്തിലാവും. ശാലിനിയെ അമ്മ ചവിട്ടിന്ന് കൂടെ അറിഞ്ഞ ശാലിനി എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ പ്രാണനാണെന്നറിയാലോ. ആ ശാലിനിയുടെ ദേഹത്തു നിന്നാണ് ചോര വീണത്. അതിനു പകരം ചോര വീഴ്ത്താതെ അവൻ അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. വേദനയുണ്ട് ശാലിനി? ഇല്ല പ്രീതി, കുഴപ്പമൊന്നുമില്ല. വേദന മനസ്സിനാ. പ്രീതി അവരെന്റെ കൂടെ അയക്കാത്തതിന്. എനിക്ക് സീമന്തൊന്നും വേണ്ട ശാലിനി. അത് വിധിച്ചിട്ടില്ലെന്ന് സമാധാനിച്ചോളാം. എങ്ങോട്ടാ? വിജയലക്ഷ്മിയോട് മാപ്പ് പറയാനാ ഞാനും കൂടി ഇവളുടെ കൂടെ വന്നത്. ഇവള് കാണിച്ച ഒരു ഗുരുത്വദോഷം കേട്ടപ്പോ നേരിട്ട് വന്ന് മാപ്പ് പറയണമെന്ന് തോന്നി. ഇവളായിട്ട് പറഞ്ഞാ പോരാ, വളർത്തുദോഷത്തിന് എന്നെയല്ലേ കുറ്റം പറയും. വിജയലക്ഷ്മി ഏൽപ്പിച്ച ഒരു ജോലി പാതി വഴിയിലിട്ടിട്ടാ അവള് വീട്ടിലേക്ക് പോന്നേന്ന് പറഞ്ഞു. എന്തെങ്കിലും ജോലിയല്ല, എന്റെ ഹൃദയത്തിനുള്ള ഗുളിക. അത് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോഴാ അതുപോലും വേണ്ടാന്ന് വെച്ച് ഇവളിറങ്ങി ഓടിയത്. അതിന്റെ പേരിലാ വിജയലക്ഷ്മി ഞാൻ മാപ്പ് പറഞ്ഞത്. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞാ തെറ്റല്ലാതെ ആവോ ശാരദാമേ? തെറ്റല്ലെന്ന് പറഞ്ഞില്ലല്ലോ കൃഷ്ണൻകുട്ടിയേട്ടാ. അതുകൊണ്ടാ ഞാൻ തന്നെ നേരിട്ട് വന്ന് മാപ്പ് ചോദിച്ചത്. മകള് കൊള്ളരുതാഴിക കാണിച്ചിട്ടേ നിങ്ങൾ വന്ന് രണ്ട് വർത്തമാനം പറഞ്ഞ താലപ്പൊലിയായിട്ട് നിങ്ങളെ സ്വീകരിക്കണോ ശാരദാമ്മേ? ഞാൻ അല്ല, അതിനും വേണ്ടി എന്ത് അത്യാവശ്യത്തിനാ എവളിറങ്ങി ഓടിയതെന്ന് കൂടി അറിഞ്ഞാ കൊള്ളാം. ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ കൂടിയാ കൃഷ്ണൻകുട്ടി ചേട്ടാ ഞാൻ വന്നത്. ശാലിനി മോള് കളക്ടർ പരീക്ഷയിൽ പാസ്സായി. ആ വാർത്ത അറിഞ്ഞിട്ടാ ഇവള് അമ്മേ, ഇത് അപകടത്തിലേക്കാണ് ഈ പോക്ക്. ശാലിനി, ഇങ്ങ് വാ. ഞാൻ രണ്ടാമതൊന്ന് ആലോചിച്ചപ്പോ പ്രീതിയെ കൂടി നിനക്കൊപ്പം അയക്കാന്ന് തോന്നി.
ഒരു പെൺകുട്ടിയുടെ സീമന്തം തടയുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. എനിക്കും ഒരു പെൺകുട്ടിയുള്ളതല്ലേ. പണി ഏറ്റു. സത്യമാണോ ഈ പറയുന്നത്? പ്രീതിയെ നീ കൊണ്ടുവയ്ക്കോ ശാലിനി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് 100 കോടി പുണ്യം കിട്ടും. പുണ്യൊക്കെ അവിടെ ഇരിക്കട്ടെ. തൽക്കാലം ഇവിടെ നടന്നൊന്നും ആരും അറിയണ്ട. ഇപ്പൊ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചോ. നാളെ DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരുമ്പോ കൂട്ടക്കരച്ചിലാവും. സത്യഭാമയുടെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്നത് കാണണം ഈ വസുമതിക്ക്. എവിടെ വേദനയുണ്ടോ? അതൊന്നും സാരമില്ല. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? നിന്റെ മനസ്സ് മനസ്സിലാക്കുന്നത് സുസ്മിത മാത്രമേ ഉള്ളൂ എന്ന്. എന്ത് പുണ്യ ഇവൾ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അല്ല ആന്റി, ഇതിൽ എനിക്ക് സംശയമുണ്ട്. സംശയം? എന്ത് സംശയം? പ്രീതി തന്നെയല്ലേ നിന്റെ കൺമുന്നിൽ നിൽക്കുന്നത്, പിന്നെന്താ? അങ്ങനല്ല. വസുമതി ആന്റിയുടെ അടുത്ത് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാല്ലോ. ഹോസ്പിറ്റൽ ചെക്കപ്പിനെന്നൊക്കെ പറഞ്ഞ വസുമതി ആന്റി പ്രീതിയെ ശാലിനിയുടെ കൂടെ അയക്കും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ ഭാമാന്റിയെ കടിച്ചു കീറാൻ നിന്ന വസുമതി ആന്റി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും മാലാഖയായെന്ന് പറഞ്ഞ അരിയാഹാരം കഴിക്കുന്നവരാരും വിശ്വസിക്കില്ല. അതോ ഇവളുടെ കയ്യിൽ ആളുകളെ മയക്കുന്ന എന്തെങ്കിലും മന്ത്രമുണ്ടോ? അങ്ങനെ ഒരു മന്ത്രമുണ്ട് സുസ്മിതേ. നിനക്കൊരിക്കലും സ്വായത്തമാക്കാൻ കഴിയാത്ത മന്ത്രമാ അത്. ആ മന്ത്രത്തിന്റെ പേരാണ് സ്നേഹം. നേരാണോ മോളെ? സീമന്തത്തിനെന്ന് പറഞ്ഞു തന്നെയാണോ ശാലിനി നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? അതെ അല്ലേ? എന്റെ വയറ്റിലെ കുഞ്ഞാണ് സത്യം. സീമന്തത്തിനാണെന്ന് പറഞ്ഞു തന്നെയാ ശാലിനി എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. അയ്യോ മോളെ, കുഞ്ഞിന്റെ മേലൊന്നും സത്യം ചെയ്യാതെ അമ്മയ്ക്ക് വിശ്വാസമായി. അത് മാത്രമല്ല, ചടങ്ങിന് അർജുനേട്ടനും ഉണ്ടാവും. പിന്നെ സത്യാമ്മ വിളിച്ച വസുമതി ആന്റിയും ചടങ്ങിൽ പങ്കെടുക്കും. വിളിക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾക്ക് എന്നോടുള്ള പിണക്കം മറക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് അവളോട് പിണക്കമൊന്നുമില്ല. മാത്രല്ല, ചടങ്ങിന് വസുമതി വന്ന പറയെഴുന്നള്ളിപ്പിന് അവളുടെ വീട്ടിൽ പോയപ്പോ അവള് കാണിച്ച ചെറ്റത്തരം ഞാൻ എന്തായാലും കാണിക്കില്ല. സർവ്വതും മറന്ന് ഞാൻ അവളെ സ്വീകരിക്കും. എത്രയായാലും എന്റെ പ്രീതിയുടെ മറ്റൊരമ്മയല്ലേ അവള്. അമ്മേ, ഓ, എല്ലാരും കൂടി അങ്ങ് ഒന്നാവാൻ പോവാണല്ലോ. ശരിയാക്കി തരാം ഞാൻ. ഭാമേ, പ്രീതി എത്തിയ സ്ഥിതിക്ക് നേരത്തെ തന്നെ സീമന്താവാ അല്ലേ? പിന്നെ എന്തിനാ വൈകിക്കുന്നേ? ആഹാ. വിഷ്ണു, നീ അതിന്റെ കാര്യങ്ങൾ നോക്ക്. മുക്കാൽ ചക്രത്തിന്റെ ഒരു ഗുണ്ടയെ പ്രേമിക്കാൻ മാത്രം മണ്ടിയല്ല IAS എടുത്ത് രാജ്യം ഭരിക്കാൻ ആഗ്രഹിച്ചു നടന്ന ഈ ശാലിനി.
ഞാൻ ഓഫീസ് ടേബിളിൽ വെക്കാൻ പോകുന്നത് ദാ, ഈ ബോർഡാ. വായിച്ചു നോക്ക്. ശാലിനി വിഷ്ണു IAS. അതെ, എനിക്കങ്ങോട്ട് വരാവോ? പ്രീതി വാ. ആ, ഇതെന്താ പൂവും ലഡുവൊക്കെ ആയിട്ട്? ആ ടെൻഷനിടയിൽ പറയാൻ മറന്നു പ്രീതി. ഞാൻ സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായി. അതിന്റെയാ. ആണോ? അപ്പോ ഭാവിയിലെ കളക്ടറും ഭർത്താവും മധുരം നുണയാണ്. ഇതെന്താ? ശാലിനി വിഷ്ണു IAS. കൊള്ളാലോ. എന്റെ പേര് ലഡു വെച്ച. ശാലിനി, നീ ഇരിക്കേ. ഇവിടെ വന്നിരിക്കും മോളെ. നീ ഇരിക്കേ. അവക്കും കസേരയായി. നാളത്തെ സീമന്തത്തിനുള്ള കാര്യങ്ങൾ ആലോചിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അലങ്കാരങ്ങളും മറ്റും വിട്. അതിഥികൾക്കുള്ള ഭക്ഷണം അത് ദാസിന് പരിചയമുള്ള ഒരു കാറ്ററിംഗ് സർവീസ് ഉണ്ട്. അപ്പൊ അവിടെ അമ്മേ, എനിക്കൊരാഗ്രഹം. എനിക്ക് ശാരദമ്മയുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഓ, ഒടുക്കത്തെ ആഗ്രഹമായി പോയല്ലോടി. അതിനെന്താ, നിന്റെ പേരല്ലേ സീമന്തം. ഗർഭിണികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നാ, പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അല്ലേ ഭാമേ? നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. വിളിച്ച വരില്ലേ ശാരദാമ്മ? വരും, ഞാൻ വിളിക്കാൻ സത്യമ്മേ. അവർക്ക് വേറെന്താ പണി? പ്രീതിയുടെ ആഗ്രഹം കൊണ്ട് മാത്രം പാചകത്തിന് ശാരദാമ്മയെ വിളിക്കുന്നേ ഉള്ളൂ. അടിപൊളി. ഭാമാന്റെ വീണ്ടും ഫോമിലായി. ശാരദാമ്മ വരേണ്ടത് അതിഥിയായിട്ടാ. പാചകം ചെയ്യേണ്ടത് വീട്ടുകാരിയായി, എന്റെ സ്ഥാനത്ത് നിന്ന്. ഇത് പട്ടിയുടെ വാല് കുഴലിലിട്ട കാര്യം പറഞ്ഞ പോലെ ആയല്ലോ. ഞാൻ പ്രത്യേകം ക്ഷണിച്ചു എന്ന് പറയണം ശാരദാമ്മയോട്. സുസ്മിതേ, നിനക്കെന്ത് പറ്റി? ആ, ചെറിയൊരു തലവേദന. ആ തലവേദന ഒഴിയില്ലല്ലോ. പറഞ്ഞതുപോലെ ഇവനെ വസുമതി ആന്റി വിട്ടോ? വാർച്ചരട്ട,
ഞാൻ ഇപ്പൊ വരാം. ഡാ, നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? എന്തൊക്കെ പരിപാടികളകത്ത് കിടക്കുന്നേ? അയ്യോ അത് ശരി, ഞാൻ പെട്ടെന്ന് ടെൻഷനായിട്ട്. രാവിലെ തന്നെ ഒരുക്കിക്കിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇനി എന്ത് പണിയാണോ ഒപ്പിക്കാൻ പോണത്? അത് നിങ്ങൾ കണ്ടോ? എന്താ അമ്മ ഇത്? ഇതാണ് ഏത്തപ്പഴം കാളൻ. ഏത്തപ്പഴം കാളനോ? അങ്ങനെ ഒരു വിഭവം ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അതെ, പാചകം ചെയ്യുന്നവരെ ഇങ്ങനെ ഒരു 100 പൊടിക്കൈ അറിഞ്ഞിരിക്കണം, ഓരോരുത്തരുടെയും രുചി അനുസരിച്ച് നിൽക്കാൻ. ആഹാ, അമ്മ പണി തുടങ്ങിയ? വേണ്ടതെല്ലാം പാചകം ചെയ്തുകൊണ്ട് തന്നെയാ വന്നത്. ഏതായാലും ഇവിടെ വന്നപ്പോ ഇവിടത്തെ സാധനങ്ങൾ വെച്ചൊരു കൈ നോക്കാന്ന് കരുതി. ഈ അമ്മയ്ക്കിത് എന്താ? പാചകക്കാരി മാത്രമല്ല, ഇവിടുത്തെ ബന്ധു കൂടിയ അമ്മ. സത്യഭാമയുടെ മകൻ, വിഷ്ണുവിന്റെ ഭാര്യയുടെ അമ്മ. ഓ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഒരു വീട്ടിൽ കയറി ചെന്നാലേ കാലുമേ കാലും കയറ്റി വെച്ച് വർത്താനം പറഞ്ഞിട്ട് വിരുന്നുണ്ണാൻ അമ്മ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാ മോളെ. ആ, ഇനിയിപ്പോ നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. ഈ അമ്മയുടെ ഒരു കാര്യം എന്നല്ലേ? അമ്മയുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി മോളെ. ഇനി അതൊട്ട് മാറാനും പോകുന്നില്ല. അതെ, എങ്ങനെയുണ്ട് നോക്കിയേ. സൂപ്പർ. അമ്മേ, മറ്റേ കാര്യം. ആ, ഇനി എടുത്തേ. എന്താ? എടുത്തു അടി. ഇതാ. ആ. ഈ റൂമിലായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഓർമ്മയുണ്ടോ? അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റുമോ? അന്ന് അർജുനേട്ടനെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോയതും ശാലിനിയ. അതെ. നന്ദി വേറൊരാൾ കൂടി പറയാനുണ്ട്. ആർക്ക്? ഇയാൾക്ക്. ഇവന്റെ ഭാഗ്യം കൂടിയല്ലേ നമ്മൾ ഒരുമിപ്പിച്ചത്. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാലേ ഇവൻ കേക്കോ? കേൾക്കുന്നൊക്കെയാ ഡോക്ടർമാര് പറയുന്നേ. കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തിന്റെ ഭാഗമാണത്രേത്. അമ്മയുടെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ കുഞ്ഞിനെ സ്വാധീനിക്കും. അതുകൊണ്ടല്ലേ ഗർഭിണിയായിരിക്കുമ്പോ നല്ല കഥകൾ വായിക്കുകയും പാട്ട് കേൾക്കണമെന്നൊക്കെ പറയുന്നത്. ഇയാളുടെ അനക്കറിയാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഒരു തുടിപ്പ് പോലെയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ അനക്കം അറിയാൻ 8 മാസം ആകണമെന്നാ പറയുന്നേ. എന്റെ മോൻ.
ആ ചേച്ചി എപ്പോ എത്തി? ഇപ്പൊ ആ അതെ മറ്റേ കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓ, ശരി. അമ്മേ ആ ഈ പ്രീതിയുടെ ഒരുക്കതുവരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ വരൂടാ. അല്ല ഞാൻ ഇത്ര സമയം എടുക്കുന്നുണ്ടോ ചോദിച്ചാ. വാ മോളെ, അങ്ങോട്ടിരിക്കാം. പാടി ഇവിടെ ഇരി. ആ. അല്ല അളിയ ഇവിടെ നിൽക്ക്. ഇവിടെ അടുത്തൊന്നില്ലേ? എല്ലാവരും അങ്ങ് സന്തോഷം അറിയല്ലേ. ഇതൊക്കെ ഇപ്പോ നീർക്കുമിള പോലെ പൊട്ടിത്തകരും. ഇവരുടെ രണ്ടാളുടെയും റിയാക്ഷൻ മനസ്സിലായി. ഇതെന്ത് റിയാക്ഷൻ ആണാവോ? അതെ, സ്വപ്നം കണ്ട് കഴിഞ്ഞു. നല്ല രസായിരുന്നു. അല്ല, എന്താണാവോ ഇത്രയ്ക്ക് രസിക്കാൻ കാരണം? ഇയാളെ ഉണ്ണിക്കുടവയറൊക്കെ ആയിട്ടിരിക്കുന്നത് നടന്നു തന്നെ. പ്രസവിക്കല്ലാതെ ഇയാള് പിന്നെ കുഴിച്ചെടുക്കാൻ പോവാ. എന്തോ അവിടെ രണ്ടാളും കൂടെ? ഒന്നുമില്ല. ശാലിനി, നീയും വാ.
അറിയാത്തൊരാളിന്റെ കുഞ്ഞ് ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ ഉണ്ടാവുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. അങ്ങനെയുള്ളവളുമാരെ ഉപേക്ഷിക്കുക മാനമുള്ള ഭർത്താക്കന്മാരും ചെയ്യുന്നത്. ഈ നിൽക്കുന്ന അർജുൻ എന്റെ വയറ്റിൽ പറഞ്ഞതാണെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് പ്രതീക്ഷിച്ചോ സത്യഭാമേ? മകളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അങ്ങ് തിരിച്ചയച്ചാ മതി. പിന്നെ നിങ്ങളുമായോ നിങ്ങളുടെ മകളുമായോ എന്റെ മകന് ഒരു ബന്ധവും ഉണ്ടാവില്ല. ആന്റി, ഈ റിപ്പോർട്ടിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ട്. റിപ്പോർട്ടില് കൃത്രിമമോ? എനിക്ക് 1 മണിക്കൂർ എനിക്ക് താ ആന്റി, അത് ഞാൻ തെളിയിച്ചു തരാം. 1 മണിക്കൂറല്ല, 1 സെക്കൻഡ് പോലും കൊടുക്കല്ലേ. നിന്നെ കൊണ്ട് എന്ത് തെളിയിക്കാൻ പറ്റുന്ന? ബസ്മതി, എനിക്കിതില് അഭിപ്രായം പറയാൻ അവകാശമുണ്ടോന്ന് അറിയില്ല. എങ്കിലും ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ പറയാ, ഷഹലിനിക്ക് അല്പം സമയം കൊടുക്ക്. ഇനിയിപ്പം റിപ്പോർട്ടില് കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിലോ? എന്തിനും ഒരു പുനരാലോചന വേണ്ടേ? ഓഹ്, ഈ തള്ള. ബസ്മതി, പിരിക്കാൻ എളുപ്പ, ഒരിക്കൽ പിരിഞ്ഞ പിന്നെ കൂടിച്ചേരാൻ വിഷമമാ. ഒരു തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാ ഞാനും ബസുമതിയും. അതേ വിധി തന്നെ ബസുമതിയുടെ മകനുണ്ടായാൽ അന്നൊരു പുനരാലോചന നടത്താമായിരുന്നു എന്ന് പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടവരരുത്. സമയം കൊടുക്കല്ലേ ആന്റി. ശരി, ശാരദാമ്മ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് മാത്രം നിനക്ക് ഞാൻ സമയം തരാം. ഒരു മണിക്കൂർ, ഒരേ 1 മണിക്കൂർ. അതിലൊരു സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ അർജുനെ കൊണ്ട് പോകും. പ്രീതിയെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരില്ല അവന്. ശരി, സമ്മതിച്ചു ആന്റി. പ്രീതി, വിഷമിക്കണ്ട, പരിഹാരം ഞാൻ ഉണ്ടാക്കാം. ബാലേന്ദ്ര, 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 എന്താളിയാ? നീ വന്നേ. എന്താ കാര്യം? നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? അതെന്തിനാന്നാ ചോദിച്ചത്? ഇത് കണ്ടോ? അയ്യോ, അളിയ നേരത്തെ പറയണ്ടേ? അയ്യോ, സാധനം മിലിറ്ററി ആണല്ലോ. അളിയത് എവിടെ നിന്ന് സംഘടിപ്പിച്ച്? കാശ് കൊടുത്ത് തന്നെ വാങ്ങിയതാണ്. കൊറേ വില വരും. കള്ളു കണ്ട പഴയതെല്ലാം മറന്ന് കമിഴ്ന്ന് വീഴും. എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെ. നിക്ക് നിക്ക് നിക്ക്, ഗ്ലാസും ടച്ചിങ്സും ഒക്കെ എടുത്തോണ്ട് വരാൻ നിന്റെ ചേച്ചിയോട് പറ. ചേച്ചി, അളിയും പറഞ്ഞ കേട്ടില്ലേ? ഇത് കള്ള് ഷാപ്പല്ല, ഞാൻ ഇവിടുത്തെ കറിക്കാരിയുമല്ല. ശരി, പഴയതുപോലെ ഒത്തൊരുമയായിട്ട് പോകാനാണ് ഞാൻ നോക്കുന്നത്. ചേച്ചിയോടെ പറഞ്ഞു എടുത്തോണ്ടേ. ആ ചിക്കൻ ഫ്രൈ കൂടെ എടുത്തോ, ടച്ചിങ്സ് ആയിട്ട്. ആളെയും ഞങ്ങളോടൊക്കെ പിണങ്ങിന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. ഞാൻ എന്തിനാടാ നിങ്ങളോടൊക്കെ പിണങ്ങുന്നേ? അല്ല, ഉപ്പുമാവിന് പകരം പൂഴി മണ്ണ് വിളമ്പിയ ഏത് മനുഷ്യനും ദേഷ്യം വരും. സത്യം പറയാലോ, എന്റെ ചേച്ചിയുടെ കുരുട്ട് ബുദ്ധിയായിരുന്നത്. ഞാൻ 100 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. ആണോ? ആ, സത്യം. ചേച്ചിയെ പോലല്ല കേട്ടോ, എന്റേതേ നല്ല തെളിഞ്ഞ മനസ്സാ. അതെനിക്ക് അറിയില്ലടാ, അതല്ലേ ഞാൻ നിന്നോട് പിണങ്ങാത്തത്. ചക്കരളിയെ. എന്നാലും ആളിയാൻ കാറും ബൈക്കും ഒക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങ് വിഷമം തോന്നി.
അതല്ല ചങ്ക് തട്ടി. അതൊക്കെ പോട്ടടാ പൊട്ടിച്ചോടി. ആ നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഞാനൊരു ഓളത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനത് അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞു. ആളിന്റെ ശുദ്ധ മനസ്സാന്ന്. പീഡിപ്പീരടാ. രാജേശ്വരി, നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ദേ അലമാരയിൽ വൈൻ ഇരിപ്പുണ്ടല്ലോ. എനിക്കൊന്നും വേണ്ട. പഴയതൊക്കെ മറക്ക ചേച്ചി. ഇന്നെനിക്ക് ആഘോഷിക്കാനുള്ള ദിവസം, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ ഗോപാലകൃഷ്ണൻ തരും. അതെന്താടാ അത്രയും സന്തോഷത്തിന് കാരണം? എന്റെ മകൾ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായി. ആന്റി പറഞ്ഞത് സത്യം തന്നെയാ. ശാസ്ത്രം കള്ളം പറയില്ല. ലോകത്താർക്കും ഇനി പ്രീതിക്ക് നേരെ സംശയത്തിന്റെ ചെറുവിരൽ ചൂണ്ടാനാവില്ല. മോളെ, പിന്നെ റിസൾട്ട് എങ്ങനെയാ മാറിയത്? അതിനുള്ള മറുപടി ഇങ്ങോട്ട് നിൽക്ക. ഇവള് പറയും. പറയല്ലേടി. പറയടി. പറയാൻ. റിപ്പോർട്ട് മാറ്റിയത്. അയ്യോ, മാറ്റിയെന്നോ? ആര്? പറയാൻ. എന്റെ മകളുടെ ജീവിതം തന്നെ തകർക്കുമായിരുന്നു ഈ നീച കൃത്യം. ആരാ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്? അമ്മ മാറി, ഇവിടെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഒരു പെൺകുട്ടിയുടെ മേൽ കൈവെക്കാൻ പാടില്ല. നീ പറയില്ല അല്ലേ? നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാവടി. പറഞ്ഞു നീ. പ്രീതിയുടെ DNA ടെസ്റ്റ് റിസൾട്ട് കള്ളമാണെന്ന് തെളിഞ്ഞില്ലെങ്കിൽ ശാലിനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നതാ ഈ ഒരു ബുള്ളറ്റ്. അതിനു പകരം നീ ഇവിടെ വീഴണ്ടാന്നുണ്ടെങ്കിൽ പറ. അവള് പറയും. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പോലും ഒരു പഴുതില്ലല്ലോ. പോകാൻ ഒരുങ്ങിക്കോ നീ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക്. ഞാൻ പറയാം.